ബീഫിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണോ ഷിയാസ് കരീമിനെതിരെ കേസ് വന്നത്? 65 വയസ്സുള്ള ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാ കേസ്. പിന്നെ എത്ര 40 പവൻ സ്വർണ്ണം അടിച്ചു മാറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കേസാണ്. എന്തായാലും നമുക്ക് ഷിയാസ് കരീമിന് പറയാനുള്ളത് കേൾക്കാം. ഷിയാസ് കരീമിന്റെ മുൻപത്തെ കേസും നമുക്കൊന്ന് ചർച്ച ചെയ്യാനുണ്ട്. അപ്പൊ അനുമോളെ കൊണ്ട് ബീഫ് തീറ്റിപ്പിക്കാൻ നോക്കിയതാണോ പ്രശ്നം എന്നൊക്കെ ഒന്ന് നോക്കിയാലോ? നോക്കാം. എന്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇതാട്ടോ. ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 വർഷമായി. എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളോട് ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുള്ളൂ. കാരണം ഇതിനു മുമ്പേ എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളാണ്. പിന്നെ ഈ സ്ത്രീക്ക് 10-60 വയസ്സുണ്ട്. അതുപോലെ എന്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ളൊരു സ്ത്രീയാണ്. എന്റെ കല്യാണത്തിനും എന്റെ എല്ലാ പരിപാടിക്കും, എന്റെ റിസപ്ഷൻ, എന്റെ അബുദാബിലെ പരിപാടിക്ക് എല്ലാ പരിപാടിയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ പിന്നെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല. കാര്യം ഇപ്പൊ കേസ് നിൽക്കല്ലേ, എനിക്ക് എഫ്ഐആർ അറിയില്ല. പക്ഷെ ഇത് ഞാനൊരു ഇതാട്ടോ ഒരു ക്ലിയർ പറഞ്ഞാണ്. ഓക്കെ, ക്ലിയർ പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. ഷിയാസ് കരീമിന്റെ പേര് ഷിയാസ് കരീം ആയതുകൊണ്ടും ഷിയാസ് കരീം ബീഫ് അനുമോളെ മനഃപൂർവ്വം തീറ്റിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇവിടെ കിടക്കുന്നത് കൊണ്ടും പ്രീവിയസ് ഹിസ്റ്ററി, അതായത് ഇദ്ദേഹം മുൻപ് ഒരു സ്ത്രീയെ ഇതേപോലെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം ഉള്ളത് കൊണ്ടും ഷിയാസ് കരീമിനെ ഈ വാർത്ത കേൾക്കുന്ന ആ സമയം മുതൽ, വായിച്ച ആ ഒരു സമയം മുതൽ ആളുകൾ ഇങ്ങനെ ക്രൂശിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു കേസ് ഒരു അലിഗേഷൻ ആണ് എന്നും അല്ലെങ്കിൽ ഒരു പരാതി മാത്രമാണ് എന്നും അത് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നും കോടതിയിൽ പോലും എത്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാത്തത്? അതിന് മുന്നേ അങ്ങ് ചാടി കളിച്ചോളണം. 60 വയസ്സുള്ള ഒരു സ്ത്രീയെ എന്താണ് യുക്തിക്ക് നിരക്കാത്ത ഓരോ കാര്യങ്ങള്. അപ്പോ സംഭവം എന്ന് പറഞ്ഞാല് എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങറിൽ നിന്ന് വാങ്ങിച്ചു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. കാരണം എന്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എന്റെ ഉമ്മാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പെങ്കജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതും ഓക്കെ. ഇതിന് മുമ്പേ ഇവര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ, ഞാൻ അവരത് കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോൾ ഇവരെന്റെ പേരിൽ ഇപ്പൊ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു വന്നു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിന് മുമ്പ് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ് കള്ളക്കേസിൽ. അപ്പൊ ഇത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പോ ഇതിലെനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ ഇതിന് ഒരു ക്ലാരിറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, 10 എന്റെ ഉമ്മാടെ പ്രായമുണ്ട്. അപ്പൊ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. ഇത് കേട്ടിട്ടെങ്കിലും എന്റെ പൊന്നു മക്കളെ, ഷിയാസ് കരീമിനെ എങ്ങനെ ക്രൂശിക്കുന്ന ആളുകളൊന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഉമ്മാന്റെ പ്രായമുള്ള ഒരു സ്ത്രീയെ ഒരിക്കലും അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ല. അദ്ദേഹം കൊടുത്ത ഒരു കേസിന് കൗണ്ടറായിട്ട് ഇങ്ങോട്ട് തന്ന ഒരു കേസാണ്. നിലവില് കോടതികളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, സുപ്രീം കോടതി ഒരു വിധി തന്നെയുണ്ട്, ഇങ്ങനെ ഇല്ലാ കഥകൾ പറഞ്ഞ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ ആ കേസ് കൊടുക്കുന്ന സ്ത്രീക്ക് 8ന്റെ പണി കിട്ടും എന്നുള്ളത്. കോടതി നടപ്പിലാക്കുമെന്ന് അറിയില്ല. ഈ വിഷയത്തിൽ നമ്മൾ എന്തായാലും അത് കണ്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ചില സ്ത്രീകളുണ്ട് കേട്ടോ, അവർക്ക് എന്തെങ്കിലും ഒരു വ്യക്തിവൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവനെതിരെ ഒരു കേസ് കൊടുക്കുക എന്നുള്ളത്. അതുപോലെ പോക്സോ കേസിലും പല ആളുകളും മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിച്ചതായിട്ടുള്ള കേസുകളൊക്കെ ഒരുപാടുണ്ട്. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇതൊക്കെ തെളിയുക. ആ സമയമാകുമ്പോഴത്തേന് ആൾക്ക് നല്ല ചീത്തപ്പേര് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ ഈ വിഷയത്തിൽ അങ്ങനെ തന്നെ ഇദ്ദേഹത്തിന് മുന്നേ ഒരു കേസ് ഇതേപോലെ വന്നു. ആ കേസിൽ ആൾ നിരപരാധിയാണെന്ന് തെളിയുന്നു. പക്ഷെ ഇപ്പോൾ ആ കേസിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് ആളുകൾ ഇയാളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘികളാണ് മെയിനായിട്ട് ആക്രമിക്കുന്നത്, വേറെ കാര്യം. ഞാൻ എന്താ പറയുക, ഞാൻ തലയുയർത്തി നടക്കുന്ന ഒരു മനുഷ്യനാണ്. എന്ത് പ്രശ്നം വന്നാലും എന്റെ നിലപാടിൽ ഒരു മാറ്റില്ലാത്ത ആളും കൂടെ. എനിക്ക് അത്രയും ധൈര്യമുണ്ട്. എന്റെ കുടുംബം, എന്റെ എല്ലാ ആളുകളും എന്റെ കൂടെ ഉള്ളതാണ്. എന്നെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ എന്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. എനിക്ക് അത്ര ധൈര്യമുള്ള ആളാ. എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യുന്നതാണ്. എന്റെ നിലപാട് അതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഈ കേസ് എടുക്കുന്നതിന് മുന്നേ അലിഗേഷൻ പത്രമാധ്യമങ്ങളിലാണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ട് വാർത്താ ചാനൽ വരുന്നു. പിന്നീടാണ് ഇയാൾ അറിയുന്നത്. അതാണ് ഏറ്റവും വലിയ കോമഡി. ഇതൊക്കെ എങ്ങനെയാണ് മാധ്യമങ്ങൾ ആദ്യം അറിയുന്നത് അറിയില്ല കേട്ടോ. എന്തായാലും ഈ ഒരു കേസിൽ ആൾ നിരപരാധിയാവാനുള്ള സാധ്യത എനിക്കും തോന്നുന്നുണ്ട്. പക്ഷെ തെളിഞ്ഞാലും ആളെ വെറുതെ വിട്ടാലും ഷിയാസ് ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് തന്നെ വേട്ടയാടപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. സംഘികൾക്കെതിരെ ശബ്ദം ഉയർത്തുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ബീഫുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ അതിൽ കാണിക്കാം. അതിനു മുന്നേ കഴിഞ്ഞ കേസ് എന്തായിരുന്നു എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ, കേൾക്കാം. എനിക്ക് അവരെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒറ്റ കാരണം കൊണ്ടാണ് കേസ് പിന്നെ അവർക്ക് കുട്ടിയുള്ള കാര്യം ഞാൻ അറിഞ്ഞു. അവരുടെ ഹസ്ബൻഡ് ഉള്ള കാര്യം ഞാൻ അറിഞ്ഞു. അവർക്ക് മുമ്പ് വേറെ റിലേഷൻഷിപ്പ് ഉള്ള കാര്യം അറിഞ്ഞു. അവർ ഞാനായിട്ടുള്ള സംബന്ധിച്ച് വേറെ റിലേഷൻഷിപ്പ് ഉള്ള കാര്യം ഞാൻ അറിഞ്ഞു.
വേറെ പരിപാടികളുള്ള കാര്യം, പിന്നെ അവർ പല സാധനങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ഇതെല്ലാം ഞാൻ അറിയുമ്പോൾ എനിക്ക് കിട്ടിയാണെങ്കിൽ ഇത്ര റീസൺസ് മതിയില്ലേ. ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർ ചെറിയ കാര്യങ്ങൾ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ഡിവോഴ്സ് ആവുന്നുണ്ട്. ഞാൻ ഒരുപാട് റീസൺ കൊണ്ടാണ്, ഒരു റീസൺ ഒന്നല്ല. അവതാരികനെ മനസ്സിലായില്ലേ? ഞാനും ഇതൊന്നും പറയാൻ നിൽക്കുന്നില്ല. എന്തായാലും ആള് പറഞ്ഞ കാര്യം കറക്റ്റ് ആണല്ലോ അല്ലെ. ഇത്രമാത്രം റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവർ വിവാഹം കഴിക്കേണ്ടതായിട്ടുള്ളത്? മറ്റൊരു വിവാഹം കഴിച്ച് ഭർത്താവ് ഉണ്ടെങ്കിൽ, മക്കളും ഉണ്ടെങ്കിൽ, പിന്നെ ഷിയാസ് കരീമിനെ ഇങ്ങോട്ട് ചതിച്ചു എന്നല്ലേ പറയാ. നേരെ തിരിച്ചത് അങ്ങോട്ട് ചതിച്ചു എന്നാക്കി കേസ് മറ്റു രീതിയിലായി. എന്തുവാടെ, എന്തൊരവസ്ഥയാ. ഇതിനൊക്കെയാണ് ആളുകൾ ഷിയാസ് കരീമിനെ വേട്ടയാടിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും 60 വയസ്സുള്ള ഒരു സ്ത്രീയെ ഷിയാസ് കരീം പീഡിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അതെന്താണ് ആ വിഷയം എന്ന് കൃത്യമായിട്ട് ആള് പറയുന്നുണ്ട്. അത് ഗോൾഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. തിരിച്ചു കിട്ടാത്ത ഗോൾഡിനെ കുറിച്ചൊരു കേസ് കൊടുത്തപ്പോൾ കൗണ്ടർ ആയിട്ട് അവർ വൃത്തികേട് കേസാക്കി എന്നാണ് ഷിയാസ് കരീം പറയുന്നത്. ഓക്കെ, ഇനി ബീഫ്, ഈ ഒരു ക്ലിപ്പ് കാണ്, എന്നതിന് ശേഷം പറയാം. ഡയറ്റ് ആണോ അതോ നീ BJP ആണോ? ഓക്കെ, ആ ചോദ്യം ചോദിച്ചോട് കൂടിയിട്ട് ചർച്ച. ഇതാ ബീഫ് പിടിച്ച് തീറ്റിക്കാൻ നോക്കുന്ന അനുമോൾ. അങ്ങനെ അനുമോൾ ഒരു പാവ വെജിറ്റേറിയൻ ആണ്, അതാണ് ഇതാണ് ഇതാണ്. എന്നാ അനുമോൾ എന്താന്ന് കണ്ടോളെ. പോത്താണ് ഒറിജിനൽ. പോത്താണ് ഞാൻ കഴിക്കാറുള്ളത്, കാള കഴിക്കാറില്ല. ഞങ്ങൾ വീട്ടിലാരും കാള കഴിക്കില്ല, പോത്തേ കഴിക്കും. ഓക്കെ, ബീഫ് കഴിക്കും, വീട്ടിൽ കഴിക്കാറുണ്ട്, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഷിയാസ് കരീം ഒരു പെങ്ങളെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ്. അവർ നല്ല സൗഹൃദമാണ്, ആ സൗഹൃദത്തിന്റെ പുറത്ത് പറഞ്ഞതാണ്. പിന്നെ BJPക്കാരോട് ഇത്ര സ്നേഹം കാണിക്കാൻ ഇപ്പോ ആരെ പറഞ്ഞിട്ടുള്ളത്? ആരും കാണിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മുടെ താല്പര്യമാണ്. ഇനി അനുമോളെ ബീഫ് തീറ്റിക്കാൻ നോക്കിയതാണെന്ന് പറയുന്നവർക്കുള്ള രണ്ടാമത്തെ മറുപടി. നമ്മളുടെ അനുക്കുട്ടി ചേച്ചി ഉണ്ടാക്കിയ കപ്പ, പാൽ കപ്പ, ബീഫ് കറിയുമുണ്ട്. നമുക്ക് ഫ്രൈ ഉണ്ട് കേട്ടോ. നമുക്ക് ഫ്രൈ തരാൻ ഇത്തിരി പാട്. ഫ്രൈ കൊറേ ഇവരെടുത്തോണ്ട് പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ സാലഡ് എടുത്തോട്ടാ. സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി കൊടുത്ത ബീഫ് കണ്ടില്ലേ. ഇനി ഷിയാസ് കരീം ബീഫ് തീറ്റിപ്പിക്കാൻ നോക്കിയെന്ന് പറഞ്ഞത് സൗഹൃദത്തിന്റെ പുറത്താണ്. ഈ ക്യാമറ എല്ലായിടത്തും കുത്തിക്കയറ്റുന്നതുകൊണ്ടാണല്ലോ ഇതൊക്കെ കാണുന്നത്. ഈ ഒരു കാര്യം മാറ്റി വെച്ചാൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഒരു പീഡന കേസ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളതല്ലേ. നിങ്ങൾ തന്നെ ചിന്തിക്കുക. ആള് കൃത്യമായിട്ട് പല കാര്യങ്ങളും പല സ്റ്റേറ്റ്മെന്റും പറയുന്നുണ്ട്, അത് ചിലയിടത്ത് കൊള്ളുന്നുണ്ട്. ആളെ ഇങ്ങോട്ട് പറ്റിച്ചത് അങ്ങോട്ട് ചോദ്യം ചെയ്തപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടൊരു പണി തരാൻ നോക്കി. പക്ഷെ അതും ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ സംഘികൾ അത് എന്നും ഈ ഒരു പേരും പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വേട്ടയാടും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ? എനിക്കത്ര മതി. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ് ഓഫ്.